ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോസി സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഗോസി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഗോസി കോൺട്രിബ്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്ന് സെർച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന പേജിലേക്ക് പോകാം. അവിടെ സ്റ്റാർട്ട് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആയി വരുന്ന പേജിൽ ഏറ്റവും താഴെ സ്റ്റാർട്ട് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുക. അവിടുന്ന് നാഷണൽ സിംഗിൾ സൈൻ ഓൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അവിടെ താഴെ സിവിൽ ID എന്ന് കൊടുത്തിരിക്കുന്ന കോളത്തിൽ നമ്മുടെ നാഷണൽ ID അഥവാ ഇക്കമ നമ്പർ അടിച്ചു കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 2 അക്ക സംഖ്യ കിട്ടും. ആ സംഖ്യ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് നഫാത്ത് എന്ന നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടതാണ്. അവിടെ നമുക്ക് അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് റിക്വസ്റ്റ് നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 അക്ക സംഖ്യ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ പിൻ നമ്പർ അടിച്ച് കൺഫേം ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പഴയ പേജിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, നമ്മളിവിടെ തിരിച്ചെത്തി കഴിയുമ്പോൾ നമുക്ക് ഈ ഗോസിയുടെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ആ പേജിൽ നിന്ന് നമുക്ക് ഇത് അറബിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ലാംഗ്വേജ് മാറ്റണം. അതിനുള്ള ഓപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അവിടുന്ന് ഡൗൺലോഡ് ആൻഡ് വ്യൂ സർട്ടിഫിക്കറ്റ്സ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അവിടുന്ന് വേജസ് സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് കൊടുക്കുക. പിന്നെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരും. അപ്പോൾ തന്നെ വരണമെന്നില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും അത് വരിക. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ആ ടെക്സ്റ്റ് മെസ്സേജിലുള്ള കോഡ് കോപ്പി ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് വരിക. ലിങ്ക് ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം നെക്സ്റ്റ് പേജിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ നമുക്കത് ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ലാംഗ്വേജ് ഇംഗ്ലീഷ് ആക്കിയതിന് ശേഷം നാഷണൽ ID വീണ്ടും അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള കോഡ് താഴെ വെരിഫിക്കേഷൻ കോഡിൽ കൊടുക്കുക. അതിൻ്റെ താഴെ ക്യാപ്ച കോഡ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അവിടുന്ന് ക്യാപ്ച കോഡും കൂടി അടിച്ചു കൊടുത്ത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്കവിടെ ഒരു അക്നോളജ്മെൻറ്റ് ജസ്റ്റ് ടിക്ക് ഓപ്ഷൻ കൊടുക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. ഇത്രയേ ഉള്ളൂ.